കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ കേസെടുക്കാൻ തീരുമാനമാകുന്നു. അതോടുകൂടി വലിയ രീതിയിലുള്ള വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് മാറുന്നത്. നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ ഇതിനോടകം തന്നെ മൊഴി നൽകിയതിൽ പ്രധാനമായും പറയുന്നത് അരുൺ കെ വിജയൻ്റെ റോളാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തെ എന്തുകൊണ്ട് സംശയത്തിൻ്റെ നിഴലിലാക്കുന്നില്ല, അതുമാത്രമല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രധാനിയാണ് കളക്ടർ അരുൺ കെ വിജയൻ എന്ന് ഉറപ്പിച്ച് മഞ്ജുഷ പറയാൻ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മാനസികമായി അദ്ദേഹത്തിനെ പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചത് അരുൺ കെ വിജയൻ തന്നെയാണ്. രണ്ടാമത്, ദിവ്യയെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം അവഹേളിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫിൻ്റെ സമയം പോലും മാറ്റിയത് അരുൺ കെ വിജയൻ്റെ ഒരൊറ്റ പിടിവാശിയിലാണ്. അരുൺ കെ വിജയൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ മൗന സമ്മതം എല്ലാ തരത്തിലും ദിവ്യയ്ക്ക് വെള്ളവും വളവുമായി എന്ന് തന്നെ പറയേണ്ടി വരും. അത് എന്തുകൊണ്ട് കാണാതെ പോകുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ കാണാതെ പോകുന്നു. മൂന്നാമത്, അരുൺ കെ വിജയനെ സംരക്ഷിച്ച് പിടിക്കാനാണ് അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ശ്രമിച്ചത്. കളക്ടർ പത്തനംതിട്ടയിലേക്ക് എത്തി കൃത്യമായും മഞ്ജുഷയുടെ വീട് സന്ദർശിക്കാനൊരു ശ്രമം നടത്തി. അത് അനുവദിക്കാതെ കളക്ടറെ പറഞ്ഞു വിടുകയാണ് മഞ്ജുഷ ചെയ്തത്. ധീരോദാത്തമായ നിലപാട് എന്ന് തന്നെയാണ് കൃത്യമായും പല കോണുകളിൽ നിന്നും അതിനെക്കുറിച്ച് ഉയർന്ന സ്വരം. കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ് ഇതിനകത്ത് പ്രധാനി എന്ന് കാണാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അപാകത, ആ അപാകതയ്ക്ക് പൂർണ്ണ ഉത്തരവാദി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ്. ദിവ്യയുമായി ആ തസ്തികയിലേക്ക് വരുമ്പോൾ, കളക്ടർ ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബാന്ധവം തന്നെയായിരുന്നു. കുടുംബപരമായി തന്നെ അവരുമായി നല്ല രീതിയിൽ ബാന്ധവം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ദിവ്യയെ നിരന്തരം സന്ദർശിക്കുമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, പി ശശിയുമായും കളക്ടർ അരുൺ കെ വിജയന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന രേഖകൾ കൃത്യമായും ഗീത IAS കൈവശം ഉണ്ട്. ഗീത IAS മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ പോകേണ്ടി വരുന്ന അവസരമുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഗീതയുടെ റിപ്പോർട്ട് ഏറെ നിർണായകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അവരുടെ ജീവന് തന്നെ അപകട ഭീഷണി ഉണ്ടാകുന്ന നിരവധി സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ കെ വിജയനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം കേസിൽ അപൂർണമാണ്. ദിവ്യയെ മാത്രം കുറ്റവാളിയാക്കുന്ന രീതിയിലല്ല, മറിച്ച് അരുൺ കെ വിജയൻ്റെ കൃത്യമായ പങ്ക്, കാതലായ പങ്ക് തെളിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതുകൊണ്ട് തന്നെ കേസെടുക്കണം എന്ന മഞ്ജുഷയുടെ ആവശ്യം തള്ളിക്കളയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൃത്യമായും ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ അപ്പീലിന്മേലുള്ള സ്റ്റേ അനുവദിച്ച് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്പീൽ കൊടുത്തിരിക്കുമ്പോൾ അതിൽ എടുത്തു പറയുന്ന കാര്യം കണ്ണൂർ ജില്ലാ കളക്ടറുടെ പങ്ക് തന്നെയാണ്. വ്യക്തമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം എന്നത് കൃത്യമായും കണ്ണിൽ പൊടിയിടാനാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള നിതാന്ത പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് മഞ്ജുഷ. ഊണും ഉറക്കവും കളഞ്ഞ് സ്വന്തം കുട്ടികളെ ചേർത്ത് വെച്ചുകൊണ്ട് തങ്ങളുടെ എല്ലാമായിരുന്ന നവീൻ ബാബുവിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്.